ഏറെ ബഹുമാന്യായ അധ്യക്ഷ, പാലക്കാട് ജില്ലാ വനിതാ ലീഗിൻ്റെ പ്രസിഡന്റ് ജമീല ടീച്ചർ, ഏറ്റവും ബഹുമാന്യനായ ഈ മഹാസമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ, പ്രിയങ്കരനായ ബഹുമാന്യനായ ദേശീയ മുസ്ലിം ലീഗിനെ നയിക്കുന്ന ഏറെ ബഹുമാന്യനായ MP അബ്ദുൽ സമദ് സമദാനി അവർകൾ, ഏറ്റവും ബഹുമാന്യനായ പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ മൗലവി സാഹിബ്, ഏറെ ബഹുമാന്യനായ വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ പ്രിയങ്കരനായ CMA കരീം സാഹിബ് അവർകൾ, ഏറെ ബഹുമാന്യായ സംസ്ഥാന വനിതാ ലീഗിൻ്റെ പ്രിയങ്കരിയായ അധ്യക്ഷ സുഹൃത്ത, ഏറെ ബഹുമാന്യായ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യനായ കളത്തിൽ അബ്ദുള്ള സാഹിബ് അടക്കമുള്ള, പേര് പറഞ്ഞാൽ വിട്ടുപോയാൽ അത് പ്രയാസമാവുന്നത് കൊണ്ട് ഈ മഹാസമ്മേളനത്തിൻ്റെ വേദിയിലെ പ്രൗഢഗംഭീരമായ സദസ്സിലെ ബഹുമാന്യരായ നേതാക്കന്മാർ, സ്വാഗതം ആശംസിക്കുന്ന റിസ്വാന ബീഗം അടക്കമുള്ള ഏറെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ നേതാക്കന്മാരെ, പ്രിയ സഹോദരീ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മളേവരും കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ വളരെ നിശബ്ദരായി നമ്മളേറെ ഇഷ്ടപ്പെടുന്ന ബഹുമാന്യനായ MP അബ്ദുൽ സമദ് സമദാനി സാഹിബിൻ്റെ വാക്കുകൾക്ക് കാതോർക്കുകയായിരുന്നു. ഞാൻ ഏറെ അഭിമാനിക്കുകയാണ് പാലക്കാട് ജില്ലാ വനിതാ ലീഗിനെ ഓർത്ത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന സമ്മേളനത്തോട് കിടപിടിക്കുവാൻ കഴിയുന്ന ഈ മഹാസമ്മേളനത്തെ കഴിഞ്ഞ മാസങ്ങൾ കൊണ്ട് ഉറങ്ങാതെ ഉണ്ണാതെ എനിക്ക് തോന്നുന്നു പാലക്കാട് ജില്ലാ വനിതാ ലീഗിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും കമ്മിറ്റി ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. വേദിയെ വളരെ അഭിമാനത്തോടു കൂടെ കാണുന്നു. സാധാരണ ഒരു സമ്മേളന വേദിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആരെങ്കിലും ഒരാൾ എണീറ്റാൽ ആ സീറ്റിൽ ഉടനെ അടുത്തയാൾ കയറിയിരിക്കും. പക്ഷെ ഞാനിവിടെ ശ്രദ്ധിക്കുകയായിരുന്നു. ഞാൻ വന്ന നിമിഷം മുതൽ, അല്ലെങ്കിൽ കഴിഞ്ഞ 24-ാം തീയതി തീരുമാനിച്ച സമ്മേളനം, സാധാരണ നമ്മളൊരു സമ്മേളനം ഡേറ്റ് നിശ്ചയിച്ച് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് അത് മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സമ്മേളനത്തെ സജ്ജമാക്കുക എന്നുള്ളത് വളരെ പ്രയാസം നിറഞ്ഞ കാര്യമാണ്. കഴിഞ്ഞ 24-ാം തീയതി തീരുമാനമെടുത്ത് ഉദ്ഘാടകനെയും മറ്റ് അതിഥികളെയും ഒക്കെ ക്ഷണിച്ചതിന് ശേഷമാണ് ഡൽഹിയിൽ വെച്ച് നമ്മളുടെ അഭിമാന സ്തംഭമായ ദേശീയ മുസ്ലിം ലീഗിൻ്റെ ഓഫീസായ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഖായിദെ മില്ലത്ത് സൗദത്തിൻ്റെ ഉദ്ഘാടനം തീരുമാനമാക്കിയത്. ആ ഉദ്ഘാടനത്തിലേക്ക് ഈ രാജ്യത്തെ മുസ്ലിം ലീഗിൻ്റെ പ്രമുഖരായ എല്ലാ നേതാക്കൾക്കും ക്ഷണം കിട്ടിയപ്പോൾ പ്രോഗ്രാം മാറ്റിവെക്കപ്പെടണം എന്നറിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ജമീല ടീച്ചർ 10 മിനിറ്റ് ഫോണിൽ പിന്നെ മൗനമായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഈ പ്രോഗ്രാം പുനഃക്രമീകരിക്കുന്നതിന് വേണ്ടി അവർ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ഏറെ ബഹുമാന്യനായ മൗലവി സാഹിബിൻ്റെ നേതൃത്വത്തിൽ, ഞാൻ അഭിമാനത്തോടെ വീണ്ടും പറയുവാൻ ആഗ്രഹിക്കുകയാണ്, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന നേതാക്കളും വളരെ ക്ഷമയോടുകൂടെ വേദിക്ക് പുറകിലിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ പാലക്കാട് ജില്ലയിലെ എല്ലാ പ്രമുഖരായ നേതാക്കന്മാരെയും അണിനിരത്തി ആയിരക്കണക്കിന് വനിതകളെ പാലക്കാട് ജില്ലയിൽ നിന്നും ഈ വേദിയിലേക്ക് എത്തിച്ച് പ്രൗഢഗംഭീരമായ ഈ അഭിമാന സദസ്സിന് രൂപം കൊടുത്ത ജില്ലാ വനിതാ ലീഗിനെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അപ്പം ഞാനും ഈ വേദി അഭിമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് മനുഷ്യരിൽ നിന്നും ദേശീയ മുസ്ലിം ലീഗ്
പുതിയൊരു ചരിത്രപരമായ തീരുമാനത്തിന് ഭാഗമായപ്പോൾ സാധാരണ ഞങ്ങൾ ചുരമിറങ്ങി വന്നാൽ അവിടെ ആളുകൾ പറയും, പണ്ട് നമ്മൾ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട്, ടാർസൻ്റെ കഥ കേട്ടിട്ടുണ്ട്. വള്ളിയിൽ തൂങ്ങി ഒരു ചെറിയ തുണിയുടുത്ത് ചാടി കുരങ്ങുകൾക്കും മൃഗങ്ങൾക്കും ഒപ്പം കാട്ടിലകപ്പെട്ടു പോയൊരു കുട്ടി ടാർസൻ ജീവിക്കുന്ന കഥയെക്കുറിച്ച്. അതുപോലെ ടാർസനായി വള്ളിയിൽ തൂങ്ങി നിങ്ങൾ ഇറങ്ങിയതാണോ എന്ന് ചോദിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു വയനാട് ജില്ലയിൽ നിന്നും ആളുകൾ താഴെ ഇറങ്ങി വരുമ്പോൾ. ഇന്നിവിടെ ഇരിക്കുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ കെട്ടിപ്പടുത്ത, അതിന് ആദ്യത്തെ വിത്തുപാകിയ പാലക്കാട് ജില്ലയിൽ എത്തി നിൽക്കുമ്പോൾ, ഇനി ഈ മഹാസദസ്സിനെ അഭിസംബോധന ചെയ്യുവാൻ ഭാഗ്യം ലഭിക്കുമ്പോൾ ഞാനും എൻ്റെ ഹൃദയം കൊണ്ട് ദൈവത്തോട് നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ വള്ളിയിൽ തൂങ്ങി ഇറങ്ങി വന്നു എന്ന് പറയുന്ന വയനാട് ജില്ലയിലെ കർണാടക തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു കൊച്ചു ഗ്രാമം, വനത്തോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നും ജയന്തി രാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ചരിത്രത്തിൻ്റെ മുഹൂർത്തത്തിൽ, ചരിത്രത്തിൻ്റെ ഏടുകളിൽ, സ്വർണ്ണലിപികളിൽ രേഖപ്പെടുത്തി വെക്കുവാൻ കഴിയുന്ന രീതിയിൽ ആദ്യമായി ഈ രാജ്യത്തുള്ള പിന്നോക്ക ദളിത് ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ അസ്തിത്വം നിലനിർത്തുവാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി. അത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിയെ നയിച്ച കായിദേ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെയും ബാഫക്കി തങ്ങളുടെയും സീതി സാഹിബിൻ്റെയും ഉപ്പി സാഹിബിൻ്റെയും സേട്ട് സാഹിബിൻ്റെയും എന്ന് പറയേണ്ട അനേകമനേക മനുഷ്യർ ഈ പാർട്ടിക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കപ്പെട്ട് അവരുടെ ത്യാഗം സമർപ്പിക്കപ്പെട്ട മനുഷ്യരുടെ ചരിത്രത്തിന് പിന്നിൽ എൻ്റെ പേര് കൂടെ എഴുതി ചേർക്കപ്പെടുന്നു എന്നുള്ള അഭിമാനത്തിലേക്ക് നയിച്ച മുഴുവൻ മുസ്ലിം ലീഗിൻ്റെയും മുഴുവൻ നേതാക്കളോടും സഹപ്രവർത്തകരോടും ഈ നിമിഷത്തിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് നന്ദി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഇതര സമുദായത്തിൽ പെട്ടിട്ടുള്ള, അതിൽ നിന്ന് തന്നെ പിന്നോക്ക സമുദായത്തിൽ ജനിച്ചു വളർന്ന ഒരു സഹോദരിയെ നിങ്ങൾക്കൊപ്പം ഈ കുടുംബത്തിലേക്ക്, ഈ വലിയ കുടുംബത്തിലേക്ക് ചേർത്ത് നിർത്തുവാൻ കാണിച്ച മനസ്സിനോട് ഞാൻ നന്ദി പറയുകയാണ്. സാധാരണ നമുക്കറിയാം, സമദാനി സാഹിബ് അമ്മയെക്കുറിച്ച് പറയുമ്പോൾ വളരെ വൈകാരികമായി സംസാരിക്കുകയും ആ വൈകാരികതകളിലേക്ക് കടന്ന് ആഴങ്ങളിലേക്ക് പോകുകയും ചെയ്യും. ഞാൻ അദ്ദേഹം അമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനിവിടെ നിന്ന് ആലോചിച്ചത്, അമ്മ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വികാരമാണ്. നമ്മളെല്ലാവരും അമ്മമാരാണ്. എന്നാൽ നമുക്ക് എല്ലാവർക്കും ഒരു അമ്മയുണ്ട്. ആ അമ്മ എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും വികാരമാണ്. എനിക്കും എൻ്റെ അമ്മ എന്ന് പറയുന്നത് വലിയൊരു വികാരമാണ്. 13 മക്കളെ നൊന്ത് പ്രസവിച്ച്, അന്നത്തെ ഹോസ്പിറ്റൽ സംവിധാനം ഒന്നുമില്ല, വീട്ടിൽ 13 മക്കളെയും പ്രസവിച്ച് എനിക്ക് വളരെ ചെറുപ്പത്തിൽ, ഞാൻ 13ാമത്തെ ആളാണ്, എൻ്റെ 5ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു പോയ അച്ഛൻ്റെ ഓർമ്മകളെ മുറുകെ പിടിച്ച് മറ്റൊരു വിവാഹം കഴിക്കാതെ ഞങ്ങൾ 13 പേർക്ക് വേണ്ടി ജീവിച്ച് ആ അമ്മ ത്യാഗം സഹിച്ച്, സഹനം സഹിച്ച്, ആ അമ്മയുടെ ഓർമ്മകൾക്ക് മുൻപിൽ ഞാനും കുറച്ച് നിമിഷം ഇവിടെ ഇങ്ങനെ അമ്മയുടെ ഓർമ്മകളിലേക്ക് ഒളിയിട്ടു എന്നുള്ളതാണ്. അപ്പം ഞാൻ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത്, കഴിഞ്ഞ മാസം പ്രകൃതി നമുക്കറിയാം ഈ കോരിച്ചൊരിയുന്ന മഴയത്താണ് നിങ്ങൾ ഓരോരുത്തരും വന്നിട്ടുള്ളത്. ഈ ജില്ലാ കമ്മിറ്റി വളരെ സൗന്ദര്യമുള്ള ഒരു വസ്ത്രത്തിൽ ഒരേ യൂണിഫോമിൽ ഇവിടെ അണിനിരക്കപ്പെടുമ്പോൾ അവരെ കാണുന്ന ആ സന്തോഷം പോലെ നമ്മുടെ മനസ്സിലൊക്കെ ഇന്നത്തെ ഈ ജില്ലാ സമ്മേളനത്തിലേക്ക് കടന്നു വന്ന നിങ്ങളുടെ കൈക്കുഞ്ഞുങ്ങളുമായി കുടുംബത്തോടൊപ്പം ഇവിടെ പ്രത്യേകത അതുതന്നെയാണ്. വനിതകൾ മാത്രമല്ല, മുസ്ലിം ലീഗിൻ്റെ കുടുംബമാണ് ഈ വേദിയിൽ അണിനിരക്കുന്നത് എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ കോരിച്ചൊരിയുന്ന മഴയത്ത് ഇന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുൻപേ ഒരുക്കം തുടങ്ങി അവിടെ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഭർത്താക്കന്മാർക്കും മാതാപിതാക്കൾക്കുമൊക്കെ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി വെച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായി ഈ വേദിയിലേക്ക് വന്നപ്പോൾ ഞാൻ ഓർക്കുകയാണ്, 2 ദിവസം മുൻപേ ഞാൻ കണ്ണൂർ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് മടങ്ങുമ്പോൾ ജമീല ടീച്ചർ എന്നെ വിളിക്കുക. ജമീല ടീച്ചർ പറയുകയാണ്, ജയന്തി എനിക്ക് ഭയങ്കര ടെൻഷനാണ്, ചുരമെല്ലാം ബ്ലോക്കാണ്,
ഭയങ്കര മഴയാണ്. ഞാൻ എത്ര ദിവസത്തെ കഷ്ടപ്പാടാണെന്നറിയോ ഈ സമ്മേളനത്തിന് വേണ്ടി എൻ്റെ സഹപ്രവർത്തകരെയും കൂട്ടി എൻ്റെ പാർട്ടി എനിക്കൊപ്പം നിന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് സങ്കടമാവും. നിങ്ങൾ ഇന്ന് തന്നെ പുറപ്പെട്ട് വന്ന് എൻ്റെ വീട്ടിൽ താമസിക്കാൻ ഞാൻ സൗകര്യമാക്കി തരാം. നിങ്ങൾ വരാമോ എന്നുള്ള ചോദ്യം എന്തുകൊണ്ടായിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുകയാണ്. എൻ്റെ കൂടെ ഇരുന്ന ഡ്രൈവർ പറയുക, നമ്മൾ ജീവനും വാരി പിടിച്ചിപ്പോൾ ചുരം കയറുക, എങ്ങനെങ്കിലും ചുരം കയറിയാൽ മതി എന്നുള്ളതാണ്. ഇരിട്ടി ചുരത്തിൽ മണ്ണിടിയുന്നു, കുറ്റ്യാടി ചുരത്തിൽ മണ്ണിടിയുന്നു, താമരശ്ശേരി ചുരം ബ്ലോക്കാക്കിയിരിക്കുന്നു. എനിക്കെൻ്റെ കുഞ്ഞുങ്ങളുടെ അടുത്ത് എത്തണം ചേച്ചി, എങ്ങനെയെങ്കിലും നമുക്ക് വീട് പിടിക്കാം. ജമീല ടീച്ചറുടെ ആശങ്കയാണ് പറയുന്നത്. പക്ഷേ എനിക്കെൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് ജീവനോടെ കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് അവൻ എന്നോട് പറയുകയായിരുന്നു. ഞാൻ ഓർക്കുകയായിരുന്നു, ഈ സമ്മേളനത്തിലേക്ക് നിങ്ങളെല്ലാവരും എത്തിപ്പെടാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ എത്രമാത്രം കഷ്ടപ്പാടുകൾ സഹിച്ചാണ് ഈ സമ്മേളനം ഇത്ര പ്രൗഢഗംഭീരമാക്കിയിട്ടുള്ളത് എന്ന്. അവർക്ക് മുന്നിലും പിന്നിലും ഇരിക്കുന്ന നേതാക്കന്മാർ അതിനുവേണ്ടി അവരോടൊപ്പം ചേർന്ന് നിന്നു എന്നുള്ളതാണ് ഇത് വിജയിച്ചിട്ടുള്ളതിൻ്റെ കാരണമാകുന്നത്. ഇവിടെ പാലക്കാട് ജില്ലയിലെ എല്ലാ പ്രമുഖരായ നേതാക്കളെയും അങ്ങ് MSF തുടങ്ങി ഹരിത വരെ യൂത്ത് ലീഗ് പോഷക സംഘടനകളുടെ മുഴുവൻ നേതാക്കളെയും അണിനിരത്തുവാൻ കഴിഞ്ഞു എന്നുള്ളത് കൂടി വനിതാ ലീഗിൻ്റെ നേട്ടമായി ഞാൻ കാണുകയാണ്. ഒപ്പം ഞാൻ പറഞ്ഞു വന്നത്, അമ്മ എന്ന് പറയുമ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഈ പ്രകൃതിയുടെ ഈ ഘോരമായ ഈ ദുരന്തത്തിൽ കഴിഞ്ഞ വർഷക്കാലം നമ്മുടെ മനസ്സിനെ എല്ലാം നോവിച്ച മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാന മുസ്ലിം ലീഗ് ഒരു പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. 25 ലക്ഷം രൂപ മാറ്റിവെച്ചുകൊണ്ട് ഇവിടുത്തെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ അകപ്പെട്ട വയനാട് ജില്ലയിലെ രോഗത്തിൽപ്പെട്ട മുറിവുകളേറ്റ പരുക്കുകൾ പറ്റിയ മനുഷ്യരെ സഹായിക്കുന്നതിന് വേണ്ടി ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി PTH എന്ന് പറയുന്ന സംഘടനയിലൂടെ ആദരണീയനായ മർഹൂം പൂക്കോയ തങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന PTH എന്ന് പറയുന്ന സംഘടനയെ, ആ സംഘടന കഴിഞ്ഞ 7 മാസക്കാലം പ്രവർത്തിച്ചതിൻ്റെ, ഞാൻ അതിൻ്റെ ഒരു സംസ്ഥാന ഭാരവാഹി എന്നുള്ള നിലയിൽ കഴിഞ്ഞ 7 മാസക്കാലത്തെ അവലോകനത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ മാസം ഞങ്ങൾ അതിൻ്റെ വോളണ്ടിയേഴ്സ് മീറ്റിംഗ് കൽപ്പറ്റയിൽ വിളിച്ചു ചേർത്തപ്പോൾ അവിടെ മമ്മിക്ക എന്ന് പറയുന്ന ഒരു സഹോദരൻ, ഒരു വോളണ്ടിയർ, 75 വയസ്സോളം പ്രായമുണ്ട് അദ്ദേഹത്തിന്. ശരിക്കും അദ്ദേഹം ഈ മലയും കുന്നുമൊക്കെ കയറി ഇറങ്ങാൻ പറ്റുന്നൊരു മനുഷ്യനല്ല. എന്നിരുന്നിട്ട് കൂടി മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യനാവാൻ വേണ്ടിയാണ്, മനുഷ്യരെ സേവിക്കുവാൻ വേണ്ടിയാണ്, അവർക്ക് കർമ്മം ചെയ്യുവാൻ വേണ്ടിയാണ്. ആ കർമ്മത്തിൻ്റെ പ്രതിഫലം ആഗ്രഹിക്കാതെ നമ്മുടെയൊക്കെ ഖബറിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം 10-75 വയസ്സിൽ ഒരു വോളണ്ടിയറായി പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളിലൂടെയാണ് ഞാൻ അമ്മയെ കാണുന്നത്. അദ്ദേഹം അമ്മയെക്കുറിച്ച് പറയുകയാണ്. അവിടെ നിന്ന് ഒരു ഉമ്മ തൻ്റെ മകൻ 35 വയസ്സുള്ള മുനീർ എന്ന് പറയുന്ന ഒരു യുവാവ് തൻ്റെ കുടുംബം മുഴുവൻ ഉറങ്ങുന്നിടത്ത് നിന്നും മഴയത്ത് പ്രളയത്ത് വെള്ളത്തിൽ ഒഴുകിപ്പോകുമ്പോൾ ഏതോ ഒരു വീടിൻ്റെ ജനലഴിയിൽ പിടുത്തം കിട്ടി അദ്ദേഹം അവിടെ പിടിച്ചെടുത്ത് തൻ്റെ ഉമ്മ ഒഴുകി വരുന്നത് കണ്ടപ്പോൾ ഉമ്മയെ കൂടെ തൻ്റെ കൈകളിൽ കോർത്തു പിടിച്ചു. ഉപ്പയും ഭാര്യയും മക്കളുമൊക്കെ നഷ്ടപ്പെട്ടോ ജീവിച്ചിരിക്കുന്നോ എന്നറിയാതെ തൻ്റെ 71 വയസ്സുകാരിയായ ഉമ്മയെ കൈകളിൽ മുറുക്കെ പിടിക്കുമ്പോൾ ആ ഉമ്മ മുകളിലേക്ക് നോക്കിയപ്പോൾ തൻ്റെ മകൻ്റെ കൈകളിൽ അനേകം പൊട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ആ പൊട്ടുകളുണ്ടായ കൈകളിലെ വേദന സഹിച്ചുകൊണ്ട് മകൻ ആ ജനലഴികളിൽ മുറുകെ പിടിച്ച് തൻ്റെ കൈകളിൽ അമ്മയെ കൂടെ ചേർത്ത് പിടിക്കുവാൻ കാണിച്ച മനസ്സ്, ഞാനൊരമ്മ എന്നുള്ള നിലയിൽ അവർ വിജയിച്ചിരിക്കുന്നു എന്ന് അവരവിടെ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. പിന്നീടത് നമ്മൾ മുനീറിൻ്റെ വാക്കുകളിലൂടെയാണ് കേട്ടത്. എല്ലാവരെയും രക്ഷപ്പെടുത്തിയോ? മുനീറും മമ്മൂക്കയുമാണ് ആദ്യം രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. അവരെ എവിടെയാണ് ഈ വേദിയിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മുനീർ മമ്മിക്കയോട് പങ്കുവച്ചത്, മമ്മിക്ക, എൻ്റെ ഉമ്മയെ ഞാൻ എൻ്റെ കൈകളിലുണ്ടായ 9 പൊട്ടുകളുടെ മാരകമായ വേദന മറികടന്നുകൊണ്ട് ഞാൻ ജനലഴികളിൽ മുറുക്കി പിടിച്ച് എനിക്ക് ജന്മം നൽകിയ ഉമ്മയെ ഞാൻ അവസാനമായി സംരക്ഷിക്കുവാൻ കഴിയുമോ എന്നൊരു പരിശ്രമത്തിൻ്റെ ഭാഗമായി എൻ്റെ കൈകളിൽ ചേർത്ത് പിടിച്ചു. പക്ഷേ ഞാൻ എപ്പോഴോ വേദനകൾക്കുള്ളിൽ ഒന്ന് കണ്ണ് ചിമ്മി തുറന്നപ്പോൾ എൻ്റെ കൈകളിൽ എൻ്റെ ഉമ്മയില്ല എന്ന് മനസ്സിലായി. പിന്നീട് എനിക്ക് മനസ്സിലായി, ലോകത്ത് ദൈവം സൃഷ്ടിച്ചതിൽ ഏറ്റവും വലിയ സൃഷ്ടിയാണ് സ്ത്രീ. ആ സ്ത്രീ എന്നുള്ളത് ഒരമ്മയാണ്.
അമ്മ എൻ്റെ കൈകളിൽ നിന്നും കൈകൾ ഊർത്തിപ്പോയിട്ടുണ്ട്. 71 വർഷക്കാലം ഞാൻ ഈ ഭൂമിയെ ജീവിക്കുകയും സേവിക്കുകയും എൻ്റെ കുടുംബത്തെ ഏറ്റവും നന്നായി പരിപാലിക്കുകയും ചെയ്ത കാര്യത്തിൽ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഞാൻ വിജയിച്ചിട്ടുണ്ട്. എൻ്റെ മകൻ എന്നെ 9 പൊട്ടുകൾ കൈക്ക് സംഭവിച്ചിട്ടും എൻ്റെ മകൻ എന്നെ ചേർത്ത് പിടിച്ചില്ലേ? എൻ്റെ അവസാന നിമിഷവും അമ്മ എന്നുള്ള വികാരത്തോടെ അവൻ എന്നെ സംരക്ഷിക്കുവാനുള്ള മനസ്സ് കാണിച്ചില്ലേ? ആ മനസ്സാണ് ഇവിടെ സമദാനി സാഹിബ് സൂചിപ്പിച്ച് കടന്നുപോയത്. ഒരു നല്ല മനുഷ്യനാകുവാൻ നമ്മൾ പഠിപ്പിക്കുക നമ്മുടെ മക്കളെ എന്നുള്ളത്. ഇന്ന് നമ്മൾ വിജയിക്കുന്നത് ആ ഉമ്മയെ ചേർത്ത് പിടിക്കുന്ന മകനെ സൃഷ്ടിച്ചതുപോലെ നല്ല മക്കളെ ഈ ലോകത്തിന് കൊടുക്കുവാൻ കഴിയുമ്പോഴാണ് നമ്മൾ നല്ലൊരു സ്ത്രീയായി മാറുന്നത്, നല്ലൊരു മനുഷ്യനായി മാറുന്നത്. ആ നല്ല മനുഷ്യരിലേക്കുള്ള യാത്ര നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെയുള്ള ആയിരക്കണക്കിന് സഹോദരിമാരോട് എനിക്ക് പറഞ്ഞു വെക്കുവാനുള്ളത്, നല്ല വേരുകളുള്ള ഒരു മരം എന്ന് പറയുന്നത് ക്ഷമയുള്ളൊരു മനുഷ്യനെ പോലെയാണ്. ക്ഷമയില്ലാത്തൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വേരുകളില്ലാത്തൊരു വൃക്ഷം പോലെയാണെന്നാണ് ചാണക്യൻ പറയുന്നത്. ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നത് പോലെ നല്ല വേരുകളുള്ള ഒരു മരമായി, ക്ഷമയുള്ളൊരു മനുഷ്യനായി നമുക്ക് മാറുവാൻ കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ മക്കളെ സ്നേഹമുള്ള, നന്മയുള്ള, ലവ് ഉള്ളൊരു സമൂഹമാക്കി വളർത്തുവാൻ, നമ്മുടെ ചുറ്റുപാടുകളെ തീർക്കുവാൻ നമുക്ക് കഴിയും. കാരണം ഇന്ന് നമുക്കറിയാം, നമ്മുടെ മക്കളുടെയൊക്കെ മനസ്സുകളിൽ മതം ഒരു ഭാരമായിക്കൊണ്ടിരിക്കുകയാണ്. മതത്തെ ഒരു ഭാരമായി കാണുന്ന ഒരു പുതുതലമുറയാണ് ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. മതം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ബലമാണ്. അതേതു മതമോ ആവട്ടെ, അവിടെ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും പാഴ്സിയും ജൈനനും ഏത് മതത്തിൽപ്പെട്ടവനാകട്ടെ, നാനാജാതി മതങ്ങളെ ഉൾക്കൊള്ളുന്ന നമ്മുടെ ഭാരതത്തിൽ മതമെന്ന് പറയുന്ന വികാരം, അതൊരു വികാരമായി തന്നെ നമ്മുടെ മക്കളിൽ വളർത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമൂഹം എപ്പോഴും ഉന്നതങ്ങളിലേക്ക് യാത്ര ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നത്തെ തലമുറ മതത്തെ ഭാരമായി കാണുന്നു. എല്ലാ ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യരുടെ മക്കൾ ഇന്ന് അമ്പലങ്ങളിൽ പോകുവാൻ ചടങ്ങുകളാക്കി മാറ്റുന്നു, നിസ്കാരങ്ങൾ ചടങ്ങുകളാക്കി മാറ്റുന്നു, പള്ളികളിൽ പോകുവാൻ പറ്റിയാൽ ചെയ്യണം എന്ന് വിചാരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ ആരാധനാലയങ്ങളെ കാണുന്ന അവസ്ഥയിലേക്ക് പോകുന്നതാണ് ഈ നാടിൻ്റെ ഏറ്റവും വലിയ ശാപമായി മാറുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം 4ാം ക്ലാസ് മദ്രസ പഠിച്ച ഒരു മനുഷ്യന്, ഒരു മോന്, ഒരു മോൾക്ക് നല്ലൊരു മനുഷ്യനായി മാറുവാൻ കഴിയുമെന്നുള്ളതാണ്. കാരണം അവനൊരു തീവ്രവാദിയായോ അല്ലെങ്കിൽ ഒരു മനുഷ്യ സ്നേഹി അല്ലാതെ ആകുവാനോ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതുപോലെ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ മതവും അത് തന്നെയാണ് എന്നെയും പഠിപ്പിക്കുന്നത്. പ്രതിഫലം ആഗ്രഹിക്കാതെ കർമ്മം നിങ്ങൾ ചെയ്യുക, കർമ്മം നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്കിയുള്ള ജീവിതത്തിൽ ലഭിക്കുമെന്നുള്ളത്. അതുപോലെ നല്ല ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് ഒരു നല്ല സ്ത്രീ എന്നുള്ള നിലയിൽ, ഒരു നല്ല സഹോദരി എന്നുള്ള നിലയിൽ, ഒരു നല്ല അമ്മ എന്നുള്ള നിലയിൽ നമുക്ക് നമ്മുടെ കർമ്മവേദിയിൽ ചെയ്യുവാനുള്ളത്. വനിതാ ലീഗ് എന്ന് പറയുമ്പോൾ ഒരു പൊളിറ്റിക്കൽ സംഘടനയുടെ ഭാഗമാണ്. ഒരു സാധാരണ ഒരു രാഷ്ട്രീയക്കാരി ആയി മാറുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയക്കാരിയായി എന്നുള്ളത്. പക്ഷെ ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തകയാവാനും, നല്ല ഒരു സാമൂഹ്യ പ്രവർത്തകയാകുവാനും, നല്ല ഒരു മനുഷ്യനാകുവാനും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുത്താൽ സാധ്യമാവുകയില്ല എന്നുള്ളതാണ്. മുസ്ലിം ലീഗിനെ വ്യത്യസ്തമാക്കുന്നതും അതുതന്നെയാണ്. നമ്മളെ എല്ലാവരെയും നല്ല മനുഷ്യരാവാൻ പഠിപ്പിക്കുന്ന ഒരു പാഠശാലയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി. നമുക്ക് ചാരിറ്റി ചെയ്യുവാനുള്ള മേഖലകൾ തുറന്നു തരുന്നു. നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന സഹപ്രവർത്തകരുടെ മനസ്സ് കാണുവാനുള്ള വേദി ഒരുക്കി തരുന്നു. നമ്മളിലുള്ളവരെ ചേർത്ത് നിർത്തുവാൻ, ജാതി മത വ്യത്യാസങ്ങൾക്കപ്പുറത്ത് ചേർത്ത് നിർത്തുവാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ ലോകത്ത് അനേക ലക്ഷം മനുഷ്യർ ജനിച്ച് ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട്. കുറഞ്ഞ ആയുസ്സുകൾ, ഏത് നിമിഷം നമ്മൾ മരണപ്പെടും എന്നറിയാതെ ജനിക്കുന്നതിന് നമുക്ക് സമയവും, നമുക്ക് നിമിഷവും, നാളും, നക്ഷത്രവും ഒക്കെ തീരുമാനിക്കാം. പക്ഷേ നമ്മൾ മരണപ്പെടുന്നതിന് ഇതൊന്നും തീരുമാനിക്കുവാൻ ദൈവം നമുക്ക് അവസരം തന്നിട്ടില്ല. നമ്മളെപ്പോഴാണ് ഈ ഭൂമിയിൽ നിന്ന് മടങ്ങുക എന്നുള്ളത് അത് ദൈവത്തിൻ്റെ മാത്രം നിശ്ചയമാണ്. ഇവിടെ വേദിയിൽ നിന്ന് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാനിവിടെ നിന്ന് മടങ്ങണമെന്നാണ് ദൈവത്തിൻ്റെ നിയത്തെങ്കിൽ, ദൈവത്തിൻ്റെ നിയോഗമെങ്കിൽ, എൻ്റെ നിയോഗമെങ്കിൽ ഞാനിവിടെ നിന്ന് മടങ്ങണം എന്നുള്ളതാണ്.
അപ്പോൾ ആ ചുരുങ്ങിയ നിമിഷം നമുക്ക് തന്നിട്ടുള്ളത് അത് വർഷങ്ങളാവാം, ദിവസങ്ങളാവാം, മാസങ്ങളാവാം, നമ്മുടെ ആയുസ്സിൻ്റെ പകുതി കടന്നുപോയി. ഇനിയുള്ള നിമിഷങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മനുഷ്യരുടെ പാർട്ടിയിൽ നിന്നുകൊണ്ട് മനുഷ്യരെ സേവിക്കുവാൻ, മതത്തെ സ്നേഹിക്കുവാൻ, നല്ല മനുഷ്യരാകുവാൻ, നല്ല ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാനുള്ള അവസരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പാലക്കാട് ജില്ലാ വനിതാ ലീഗിൻ്റെ നേതൃത്വത്തിൽ ഈ വേദിയിലേക്ക് എത്തിയിട്ടുള്ളതൊക്കെ നല്ല മനുഷ്യരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അനേകായിരം മനുഷ്യർ മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പ് എടുത്ത ആളുകളുണ്ട്. പക്ഷേ ഇന്ന് ഈ വേദിയിൽ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചത് നല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകയാകണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ്. അല്ലാതെ തൊട്ടടുത്ത് വരുന്ന ഡിസംബർ മാസത്തെ എലക്ഷൻ, പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ എലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ടാണോ നിങ്ങൾ വന്നിട്ടുള്ളത്? നാളെ നിങ്ങളൊരു മെമ്പറാകും, അല്ലെങ്കിൽ നിങ്ങളെ മെമ്പറാക്കും, ബ്ലോക്ക് മെമ്പറാക്കും, പഞ്ചായത്ത് മെമ്പറാക്കും, ജില്ലാ മെമ്പറാക്കും, അല്ലെങ്കിൽ അതിന് ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാം എന്നുള്ള പ്രതീക്ഷകൾ കൊണ്ടായിരിക്കുമോ നിങ്ങൾ വന്നിട്ടുള്ളത്? അല്ലല്ലോ. നിങ്ങളുടെ ജില്ലാ മുസ്ലിം ലീഗും ജില്ലാ വനിതാ ലീഗും നിങ്ങളെ വിളിച്ചത് ജില്ലാ സമ്മേളനത്തിലേക്കാണ്. അവർക്കങ്ങനെ ഒരു ഉദ്ദേശമുണ്ട്. കാരണം പൊളിറ്റിക്കലി ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന ഇന്ന് ഇന്ത്യയിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയാണ്. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഈ രാജ്യത്ത് ജീവിക്കുന്ന അരികവൽക്കരിക്കപ്പെട്ട, പിന്നോക്കം നിൽക്കുന്ന, ദളിതനായ, കഷ്ടപ്പെടുന്ന, ഭക്ഷണം കഴിക്കുവാനില്ലാത്ത, രോഗദുരിതങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന മനുഷ്യരെയൊക്കെ ചേർത്ത് നിർത്തുന്ന ഒരു രാഷ്ട്രീയ സംഘടനയാണ് മുസ്ലിം ലീഗ്. നേരത്തെ ഏറെ ബഹുമാനീയനായ സമദാനി സാഹിബ് സൂചിപ്പിച്ചതുപോലെ മുഴുവൻ സംവിധാനങ്ങൾക്കകത്തും ഒരു രാഷ്ട്രീയമുണ്ട്. നമ്മൾ വനിതാ ലീഗിൻ്റെ പ്രവർത്തകരായിരിക്കുമ്പോൾ ആ രാഷ്ട്രീയത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. അത് BJP, CPM, കോൺഗ്രസ് എന്നുള്ള രാഷ്ട്രീയമല്ല. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് നല്ലൊരു വ്യക്തിയായിരിക്കുവാൻ കൂടെ പഠിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയമാണ്. കാരണം ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഒരു സമൂഹത്തിന് മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ മാന്യമായി വസ്ത്രം ധരിക്കുവാനും, മാന്യമായി ആളുകളോട് ഇടപെടുവാനും, മാന്യമായി സംസാരിക്കുവാനും, നമ്മളെ നല്ലവനും ചീത്തയും ആക്കി മാറ്റുന്നത് നമ്മുടെ നാവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു നിമിഷം മതി നമ്മുടെ നാവിന് നമ്മളെ ആളുകൾക്ക് മുൻപിലേക്ക് ഏറ്റവും മോശപ്പെട്ടവളാക്കി മാറ്റുവാനും നല്ലവരാക്കി മാറ്റുവാനും. നമ്മുടെ നാവിനെ വളരെ സൂക്ഷിച്ചുപയോഗിക്കുമ്പോൾ നമ്മൾ ആ മനുഷ്യരുടെ മനസ്സുകൾക്കുള്ളിലേക്ക് കടന്നു കയറുവാൻ കാരണമായി തീരുന്നു. ഇന്ന് ഈ പാലക്കാട് ജില്ലാ വനിതാ ലീഗിൻ്റെ ഇവിടുത്തെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ അതെൻ്റെ വായിലൂടെ വരുന്ന വാക്കുകൾ കൊണ്ടായിരിക്കാം, എൻ്റെ നാവുകൾ കൊണ്ട് ഞാൻ പറയുന്ന വാക്കുകളായിരിക്കാം. അത് മോശമായി പോകുമ്പോൾ അവരെന്നെ വെറുക്കുമെന്നുള്ളതാണ്. അതുപോലെയാണ് ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ മനുഷ്യരും. നമ്മളെല്ലാവരുടെയും നമ്മുടെ വായിൽ നിന്ന് ഉതിർന്നു വീഴുന്ന വാക്കുകൾ അത് നല്ലതായിരുന്നാൽ നമ്മളെ മനുഷ്യർ സ്നേഹിക്കുമെന്നുള്ളതാണ്. ഈ ലോകത്ത് അന്യം വന്നുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവും സ്നേഹമാണ്, ലവാണ്. ആ സ്നേഹത്തെ ചേർത്ത് നിർത്തണമെങ്കിൽ നൊന്ത് പ്രസവിച്ച അമ്മയെ കണക്ക് പറഞ്ഞുകൊണ്ട് ഒരു മകൻ കൊല ചെയ്യണമെങ്കിൽ കൂടെ പഠിക്കുന്ന സഹപാഠിയെ സ്നേഹിച്ച് കൈകളിൽ ചേർത്ത് പിടിച്ചു കൊണ്ടുപോകേണ്ടവൻ കൊല ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് അന്യം നിന്നിട്ടുള്ളത്? നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മളൊക്കെ കുടുംബിനികളാണ്. നമ്മുടെയൊക്കെ കുടുംബം, നമ്മുടെ സഹപ്രവർത്തകർ, നമ്മൾ സാമൂഹ്യ വേദികളിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ നല്ലൊരു സുഹൃത്തുണ്ടെങ്കിൽ, നല്ല ഒരു സഹപാഠി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല ഒരു മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ നമ്മൾ ധന്യരാണ്. അവിടെ നമ്മൾ വിജയിച്ചു എന്നുള്ളതാണ്. ആ നല്ലവരെ സൃഷ്ടിക്കുക എന്നുള്ളത് ഇന്നൊരു സ്ത്രീ എന്നുള്ള നിലയിൽ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ ഏറ്റവും സമർത്ഥരായ ആളുകൾ എന്നുള്ള നിലയിൽ ഒരു ലോകത്തെ ഏറ്റവും നല്ല സൃഷ്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നത് സ്ത്രീയാണ്. നമ്മൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചു വാങ്ങുവാനുള്ള ആളുകളല്ല. നമ്മളെ ജനിപ്പിച്ചു വിട്ടപ്പോഴേ ദൈവം അതെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യുവാൻ, പല ആളുകളെ ശ്രദ്ധിക്കുവാൻ, പല കാര്യങ്ങളെ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ, നല്ലൊരു വക്കീലായും, നല്ലൊരു ഡോക്ടറായും, നല്ലൊരു അടുക്കളക്കാരിയായും, നല്ലൊരു പാചകക്കാരിയായും, നല്ല ഒരു മന്ത്രിയായി, ആഭ്യന്തരമന്ത്രിയായും, പ്രധാനമന്ത്രിയായും ഒക്കെ നമ്മുടെ വീടുകളിൽ പെർഫോമൻസ് ചെയ്യുവാനുള്ള അവസരം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അതാരും നമ്മളെ ഏൽപ്പിക്കേണ്ടതല്ല, അതൊക്കെ ജന്മന നമ്മളിലേക്ക് കിട്ടിയിട്ടുള്ളതാണ്. അതിനേക്കാളേറെ ഒരു കുഞ്ഞിനെ 1000-ലേറെ ദിവസം സഹനത്തോടെ, ഞാൻ നേരത്തെ പറഞ്ഞ വേരുകളിറങ്ങിയ വടുവൃക്ഷം പോലെ ക്ഷമയുള്ള ഒരു മനുഷ്യനായി മുലയൂട്ടി വളർത്തുന്ന ഒരമ്മയായി മാറുവാൻ
നമ്മൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് മുൻപിൽ കൈനീട്ടി നിൽക്കേണ്ട വ്യക്തികളല്ല. അതെല്ലാം നമ്മളിലുണ്ട്. നമ്മൾക്കുള്ളിൽ നിന്നും നമ്മൾ അതിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. എന്നേക്കാൾ കഴിവും പ്രാപ്തിയും ഉള്ള ഒരുപാട് മനുഷ്യർ, ഒരുപാട് സഹോദരിമാർ ഇന്ന് ഈ വേദിയിലുണ്ട്. പക്ഷേ നമ്മളെ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ സെലക്ട് ആകപ്പെടുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ദൈവത്തിൻ്റെ കൂടെ നിയത്തുണ്ട് എന്നുള്ളതാണ്, നിയോഗമുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ നിയോഗം പൂർത്തീകരിക്കപ്പെടുന്നതിന് നമ്മളെല്ലാ മനുഷ്യരും ഈ ഭൂമിയിലേക്ക് ജനിച്ചു വരുമ്പോൾ നമ്മളിലൊക്കെ ഒരു കടമ ദൈവം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ കടമ ഈ ഭൂമിയിൽ വന്ന് പൂർത്തീകരിക്കുക എന്നുള്ളതാ നമ്മുടെ എല്ലാവരുടെയും നിയത്ത് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു സലാത്തും ദിക്കറും ഓതിയിരിക്കുവാൻ പ്രായത്തിലേക്കെത്തിയ ഒരു ഉമ്മ, മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ അകപ്പെട്ട ഒരു കുടുംബത്തിലെ 41 പേര് മരണപ്പെട്ടപ്പോൾ ബുദ്ധിമാന്ദ്യം സംഭവിച്ച ഒരു മകനെയും ഒരു ഉമ്മയെയും ബാക്കിയാക്കി മടങ്ങിപ്പോയത് മരണപ്പെട്ടുപോയ കുടുംബത്തിലെ ബാക്കി അംഗങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിലിരുന്ന് പ്രാർത്ഥനകൾ നേരുവാൻ വേണ്ടിയാണ് അവരെ ബാക്കിയാക്കിയിട്ടുള്ളത്. നമ്മൾ ഓർക്കും എന്തൊരു വിധിയാണ് ആ അമ്മയുടേതെന്ന്. പക്ഷേ ആ അമ്മയ്ക്ക് കൊടുത്ത വിധി മരണപ്പെട്ടുപോയ മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഭർത്താവിനും കൂടപ്പിറപ്പുകൾക്കും ഒക്കെ വേണ്ടി പ്രാർത്ഥനകൾ നേരുവാനാണ്. അതവരുടെ വിധിയാണ്. അതുപോലെ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരണപ്പെടുന്നതിന് മുൻപേ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകുവാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. നിങ്ങളെ ദൈവം സെലക്ട് ചെയ്തതാണ്, ദൈവം തൊട്ടെടുത്തതാണ്. ഇവിടെ ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. ആ മനുഷ്യരിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തിയും ദൈവം തൊട്ടെടുത്ത മനുഷ്യരാണ്. നിങ്ങളിൽ വലിയ പ്രത്യേകതകളുണ്ട്, നിങ്ങൾക്കുള്ളിൽ വലിയ കഴിവുകളുണ്ട്. ആ കഴിവുകളെ ലോകത്തിന് മുൻപിൽ കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള അവസരമാണ് വനിതാ ലീഗിൻ്റെ ഒരംഗം എന്നുള്ള നിലയിൽ ഇവിടെ വന്നിരിക്കുവാനും നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനും കിട്ടിയിട്ടുള്ള വേദി എന്ന് പറയുന്നത്. ആ വേദിയിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഒരുപാട് സമയം കടന്നുപോയി എന്നുള്ളത് കൊണ്ടും പ്രമുഖരായ ഏറെ ബഹുമാന്യരായ ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന ഭാരവാഹികൾ, കളത്തിൽ സാഹിബ് അടക്കമിരിക്കുന്ന വേദിയിൽ ഞാൻ കൂടുതൽ പറഞ്ഞാൽ ഒരധിക പ്രസംഗമാവും എന്നുള്ളത് കൊണ്ട് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ മടങ്ങുവാൻ ആഗ്രഹിക്കുകയാണ്. വനിതാ ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടന, ഏറെ ബഹുമാനിയായ നമ്മുടെ സംസ്ഥാന അധ്യക്ഷ സുഹ്റ മമ്പാട്, സ്ഥാനം കൊണ്ട് ചിലപ്പോൾ ഞാൻ മുകളിലായിരിക്കാം, പക്ഷേ ഞാൻ ഏറെ ബഹുമാനിക്കുന്നത്, ഞാൻ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു നേതാവാണ് സുഹ്റ മമ്പാട് എന്ന് പറയുന്നത്. സൂറത്താൻ്റെ പ്രസംഗം കേൾക്കാൻ ഞാൻ ഏറെ ദൂരെ സഞ്ചരിച്ച് ഞങ്ങളുടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ വലിയ ഫോറസ്റ്റിനകത്ത് നിന്നാണ് ഞാൻ വരുന്നത്. ആ ഭാഗത്ത് നിന്ന് വണ്ടികളൊക്കെ കുറവായിരുന്ന കാലത്തും സൂറത്താൻ്റെ പ്രസംഗം കേൾക്കാൻ വണ്ടി കയറി ഞാൻ പോയിട്ടുണ്ട്. കാരണം നമ്മൾ നമ്മുടെ ലീഡേഴ്സിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, അവരെ അംഗീകരിക്കുന്നത് കൊണ്ടാണ്. ഞാൻ നോക്കുകയാണ്, സാധാരണ വേദികളിൽ പ്രസിഡന്റ് ഇരുന്ന് എണീറ്റ് പോയാൽ ആ സീറ്റ് ഒഴിയുന്ന നിമിഷത്തിൽ അടുത്ത പ്രവർത്തക അല്ലെങ്കിൽ സഹപ്രവർത്തക അവിടെ കയറിയിരിക്കും. പക്ഷേ ജമീല ടീച്ചർ ഓടി നടന്ന് ഈ വേദിയിൽ പല ഇടത്തും പോയി വരുമ്പോഴും ജമീല ടീച്ചറുടെ സീറ്റ് അവിടെ സേഫാക്കി വെച്ചുകൊണ്ട് സഹപ്രവർത്തകരായ പ്രിയ സഹോദരിമാർ ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളത്. അതുപോലെ നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന, നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കുവാൻ മനസ്സുണ്ടാവട്ടെ നിങ്ങൾക്ക് എന്ന് ഞാൻ ആശംസകൾ നേരുകയാണ്. മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവർത്തകയായി, ഒരു പ്രവർത്തകനായി എന്ന് പറയുമ്പോൾ ഈ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, എന്നെ ഭൂമിയിലേക്ക് അയച്ചതിൻ്റെ പകുതി അർത്ഥം പൂർത്തിയായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വേറെ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വേണമെങ്കിലും ഭാഗമാകാം. ഞാൻ മുൻപ് ഇവിടെ വന്ന് സംസാരിച്ച് മടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ എൻ്റെ നാട്ടിലുള്ള മനുഷ്യർ പല ആളുകളും ഇപ്പോഴും ചോദിക്കലുണ്ട്, നിങ്ങളെന്തിനാ മാപ്പിളമാരുടെ പാർട്ടിയിൽ പോയി ചേർന്നത്? നിങ്ങൾക്ക് വല്ല ഹിന്ദുക്കളുടെ പാർട്ടിയിലും ചേർന്നുകൂടായിരുന്നോ? ജയന്തി, നിങ്ങളുടെ കുടുംബമൊക്കെ കോൺഗ്രസിൻ്റെ വലിയ കുടുംബമായിരുന്നില്ലേ? പിന്നെ കോൺഗ്രസിൽ ചേരാതെ നീ എന്തിനാണ് മാപ്പിളമാരുടെ പാർട്ടിയിൽ ചേർന്നത് എന്ന്. അവിടെയും മുസ്ലിം സമുദായത്തിൻ്റെ പാർട്ടിയിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ പാർട്ടിയിൽ എന്നല്ല പറയുക, മാപ്പിളമാരുടെ കാക്കാമാരുടെ പാർട്ടിയിൽ പോയി എന്തിനു ചേർന്ന് എന്ന് ചോദിക്കുന്ന മനുഷ്യർ ഇന്നും ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ അവരോട് അഭിമാനത്തോടെ പറഞ്ഞത്, അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ സുരക്ഷിതയാണ്. ഞാൻ എങ്ങനെ ഇരുന്നുവോ അതിനേക്കാൾ സുരക്ഷിതയും അതിനേക്കാൾ അറിവും പക്വതയുമുള്ളൊരു മനുഷ്യനായി എന്നെ മാറ്റുവാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഞാനൊരു നല്ല മനുഷ്യനായി ജീവിക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ കുടുംബത്തെ, കുടുംബാംഗങ്ങളെ, എൻ്റെ ബന്ധുമിത്രാദികളെ സ്നേഹിക്കുവാനും എൻ്റെ സമൂഹത്തെ ചേർത്ത് നിർത്തുവാനും വേണ്ടിയാണ് പാർട്ടി എന്നെ പഠിപ്പിക്കുന്നത് എന്നാണ്. ഒപ്പം എൻ്റെ മതവിശ്വാസത്തെ, ഏതോ ഒരു മനുഷ്യനോ അവൻ ജനിച്ച് ജീവിച്ച് മരിക്കുവാൻ ആഗ്രഹിക്കുന്ന മതവിശ്വാസം പ്രവാചകനായ തിരുമേനി പറഞ്ഞിട്ടുള്ളതുപോലെ, നീ നിൻ്റെ മതത്തെ സ്നേഹിക്കുന്നത് പോലെ നിൻ്റെ ചുറ്റിനും താമസിക്കുന്ന മനുഷ്യരുടെ
മറ്റു മതങ്ങളെ കൂടെ സ്നേഹിക്കുവാനും അവരെ ഉൾക്കൊള്ളുവാനും പഠിക്കണമെന്ന് പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു മോഡലായി ഇന്ന് ഈ വലിയ മഹാകുടുംബത്തിൽ എന്നെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ മതത്തിൽ ഉറച്ചു വിശ്വസിക്കണം എന്നാണ് എൻ്റെ പാർട്ടി എന്നോട് പറയുന്നത്. അതുപോലെ നിങ്ങളെല്ലാവരും എനിക്ക് പറയുവാനുള്ളത്, ഇവിടെ മദാനി സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മുടെ പെൺകുട്ടികൾ ജനിച്ച് ജീവിച്ച മതത്തിൽ നിന്നും താൽക്കാലികമായി DYFI പോലെയുള്ള സംഘടനകൾ പ്രണയം നടിച്ചു വന്ന് വഴിതെറ്റിക്കുന്ന സംവിധാനം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം സോഷ്യൽ മീഡിയകളിലൂടെ നേരത്തെ സമദാനി സാഹിബ് സൂചിപ്പിച്ചതുപോലെ ആണിനെ പെണ്ണാവാനും പെണ്ണിനെ ആണാവാനും പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമുക്ക് മാറ്റി നിർത്തി ജീവിക്കുവാനാവില്ല. കാരണം ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് മാറ്റിവെക്കുന്നവൻ ഇന്ന് നമ്മൾ പരാജയപ്പെട്ടു പോകും. കാരണം നമ്മുടെ കൂടെയുള്ളവരത് ഉപയോഗിക്കുന്നു. ഇന്ന് നമ്മുടെ മക്കളത് യൂസ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ കണ്ട ലോകമൊന്നും അവർ കണ്ടിട്ടില്ല. അവർ കണ്ട ലോകത്തെ നമ്മളും കാണുന്നില്ല. നമ്മൾ കണ്ടതിനെ നമ്മൾ സത്യമെന്ന് വിശ്വസിക്കുന്നത് പോലെ അവർ കണ്ട ലോകത്തെ അവരും സത്യമെന്ന് വിശ്വസിക്കുമ്പോൾ അതല്ല, അത് പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ തള്ളിക്കളഞ്ഞു പോകും. അതുകൊണ്ട് മുന്നിലുള്ള വഴി എന്ന് പറയുന്നത് അതിൻ്റെ നല്ല മാർഗങ്ങളെ നമ്മളും പഠിക്കുക, എന്നിട്ട് അതിനകത്ത് നമ്മുടെ മക്കൾ എന്ത് ചെയ്യുന്നു എന്ന് പഠിക്കാൻ നമ്മൾ ശ്രമിക്കുക. അതിൽ തെറ്റുകളിലേക്ക് യാത്ര ചെയ്യുന്നുവെങ്കിൽ മതം വിട്ട് മനുഷ്യരെ വിട്ടവർ യാത്ര ചെയ്യുന്നു എന്ന് കാണുമ്പോൾ ഒപ്പം നിന്നുകൊണ്ട് അവരെ നേരായ വഴിയിലേക്ക് നയിക്കുവാനുള്ള ഒരു രീതിയിലേക്ക് നമ്മളുടെ മനസ്സിനെയും ശരീരത്തെയും നമ്മുടെ ജീവിതത്തെയും മാറ്റിയെടുക്കുവാൻ നിങ്ങൾ തയ്യാറാവണം. അല്ലാതെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പോരായ്മകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് വലിയൊരു തെറ്റാണെന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ തലമുറ നമ്മളെ തള്ളിക്കളഞ്ഞു പോകും. കാരണം അവർ ഇന്നറിയപ്പെടുന്നത് തന്നെ 2K കിഡ്സ് എന്നുള്ള പേരിലാണ്. അപ്പോൾ അവരിലേക്ക് നമ്മൾ യാത്ര ചെയ്യണം, നമ്മളിലേക്ക് അവരെ അടുപ്പിക്കുകയും ചെയ്യണം. നമ്മുടെ രക്ഷിതാക്കളെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ നമ്മുടെ മക്കൾ നമ്മളെ ബഹുമാനിക്കണം. കൊടുത്തു വാങ്ങുവാനുള്ള സംവിധാനത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് കടന്നു ചെല്ലുവാൻ കഴിയട്ടെ. ഈ പ്രൗഢഗംഭീരമായ സദസ്സിനെയും ഈ വേദിയെയും ഈ മനുഷ്യരെയും ഇവിടെ സജ്ജീകരിക്കുവാൻ പരിശ്രമിച്ച പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗ് എന്നും അഭിമാനമായി കാണുന്നു ഞാൻ. കാരണം അതിനേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരും ഒപ്പം ശാഖകളിലൂടെ ഉള്ള നേതാക്കന്മാർ, പഞ്ചായത്ത് കമ്മിറ്റികളിലെ പ്രവർത്തകർ, MSFൻ്റെ ഹരിതയുടെ, മുസ്ലിം ലീഗിൻ്റെ, യൂത്ത് ലീഗിൻ്റെ, എൻ്റെ പ്രിയപ്പെട്ട വനിതാ ലീഗിൻ്റെ പ്രവർത്തകർ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വേദിയെയും സദസ്സിനെയും ഒക്കെ പ്രൗഢഗംഭീരമാക്കി കേരളത്തിലെ തന്നെ ഏറ്റവും വ്യത്യസ്തമായ ഒരു പരിപാടിയായി പാലക്കാട് ജില്ലാ വനിതാ ലീഗിൻ്റെ സമ്മേളനത്തിലെ മാറ്റിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് എല്ലാ നന്മകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ആയുരാരോഗ്യത്തോടുകൂടി നിങ്ങളുടെ നാടിനെ സേവിക്കുവാൻ, നല്ല ഒരു മനുഷ്യരെ ഈ നാട്ടിൽ, നല്ല ഒരു സമൂഹത്തെ ഈ നാട്ടിൽ സൃഷ്ടിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനകളോടുകൂടി ഈ വേദിയിലേക്ക് വരുവാനും സംസാരിക്കുവാനും അവസരം തരികയും എന്നെ സ്വീകരിക്കുകയും ഇത്ര നേരം എന്നെ കേൾക്കുവാൻ മനസ്സ് കാണിച്ച എൻ്റെ പ്രിയ സഹോദരിമാരോട് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ, നിർത്തട്ടെ. നന്ദി, നമസ്കാരം.